കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തകർച്ചയ്ക്ക് വിധേയമായ ഇന്ത്യയിലെ ഓഹരി വിപണിയുടെ വരും ദിവസങ്ങളിൽ, അതായത് സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 3 വരെയുള്ള വ്യാപാര ദിനങ്ങളിലെ പ്രകടനം ഏത് തരത്തിലായിരിക്കുമെന്നത് സംബന്ധിച്ച പ്രിവ്യൂ ആണ് ഫോക്കസ് ഓൺ ഫിനാൻസ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വലിയ തോതിലുള്ള തകർച്ചയ്ക്ക് വിപണി വിധേയമായതിന് പ്രധാന കാരണം ഇടുത്തി പോലെ ട്രംപ് നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. അതായത് H-1B വിസയുടെ ഫീസ് വൻതോതിൽ വർദ്ധിപ്പിച്ച നടപടിയാണത്. ഈ നടപടി മൂലം IT മേഖലയിലെ കമ്പനികളുടെ ഓഹരികൾ മാത്രമല്ല, വിപണിയിലെ എല്ലാ ഓഹരികളുടെയും വിലകളെ അത് പ്രതികൂലമായി ബാധിക്കുകയുണ്ടായി. ഒരു മുന്നേറ്റത്തിന് തയ്യാറെടുത്തിരുന്ന ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് പ്രവേശിക്കാൻ പാകമായിരുന്ന വിപണിയെ തകർക്കുന്നതായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം. ഇതിന് പുറമെ 100% തീരുവ ബ്രാൻഡ് ഡ്രഗ്സിന്, അതായത് ഇന്ത്യയിൽ നിന്നുള്ള ബ്രാൻഡ് ചെയ്ത ഔഷധങ്ങൾക്ക് 100% തീരുവ ചുമത്താനുള്ള തീരുമാനവും കഴിഞ്ഞ ആഴ്ച തന്നെയാണ് ഉണ്ടായത്. ഇത് ഔഷധ നിർമ്മാണ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഓഹരികളെ മാത്രമല്ല, ഇതും ആകമാന വിപണിയെ ബാധിക്കുകയുണ്ടായി. ഇങ്ങനെ വലിയ രണ്ട് ആഘാതങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്. ഒന്ന്, H-1B വിസയുടെ ഫീസ് വർധന. 2, ബ്രാൻഡ് ഡ്രഗുകൾക്ക് 100% തീരുവ ഏർപ്പെടുത്തിയ നടപടി. ഈ തീരുവ ഔഷധ നിർമ്മാണ കമ്പനിയുടെ ഓഹരികൾക്ക് 100% തീരുവ ഏർപ്പെടുത്തിയ നടപടി മൂലം നിഫ്റ്റി ഫാർമ, അതായത് ഔഷധ മേഖലയിൽ പ്രവർത്തിക്കുന്ന 20 കമ്പനികളെ അടിസ്ഥാനമാക്കിയുള്ള ഓഹരി സൂചികയാണ് നിഫ്റ്റി ഫാർമ. ആ നിഫ്റ്റി ഫാർമയിൽ 590 പോയിൻറ്റിൻ്റെ ഇടിവാണ് ഉണ്ടായത്. 20 ഓഹരികളാണ് സൂചികയിൽ ഉള്ളത്. ആ 20 ഓഹരികളിൽ 17 കമ്പനികളുടെ ഓഹരികളും വില കുറയുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ബയോകോൺ, അതുപോലെ സൈഡസ് ലൈഫ് സയൻസസ്, നാറ്റ്കോ ഫാർമ തുടങ്ങിയ നിർമ്മാണ കമ്പനികളുടെ ഓഹരികളിൽ ഉണ്ടായ വിലയിടിവെന്ന് പറയുന്നത് 7% ആണ്. ഇതിന് പ്രധാന കാരണം ഇന്ത്യയിലെ ഔഷധ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കയറ്റുമതി വിപണി എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്കയിലേക്ക് ഉള്ള ഔഷധ കയറ്റുമതി എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിലേക്ക്, അതായത് ലോകത്താകമാനമുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഔഷധങ്ങളുടെ 31% കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ്. അതായത് ഏകദേശം 77,138 കോടി രൂപയുടെ ഔഷധങ്ങളാണ് ഒരു വർഷം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്ര വലിയൊരു ഇടിവ്, അതായത് നമ്മുടെ വലിയ കമ്പനികളുണ്ട്, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, അതുപോലെ അരബിന്ദോ ഫാർമ, സൈഡസ് ലൈഫ് സയൻസസ് തുടങ്ങിയ കമ്പനികളുടെയൊക്കെ മൊത്തം വരുമാനത്തിൻ്റെ ഏതാണ്ട് 30-35% തന്നെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ആഘാതത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഈ കണക്കുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിനൊക്കെ പുറമെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തണമെന്ന കാര്യത്തിൽ അമേരിക്ക ശാഠ്യം തുടരുകയാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അമേരിക്ക തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, അക്കാര്യം ആവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി കഴിഞ്ഞ ആഴ്ച സെൻസെക്സിലുണ്ടായ നഷ്ടം 2200 പോയിൻ്റാണ്. നിഫ്റ്റിയിൽ 673 പോയിൻറ്റിൻ്റെ നഷ്ടം നേരിട്ടു. ഈ സാഹചര്യത്തിൽ, ഈ വൻ തകർച്ചയുടെ സാഹചര്യത്തിൽ വലിയ ആശങ്കകളോടെയും അതുപോലെ തന്നെ വലിയ ഭീതിയോടെയുമാണ് നിക്ഷേപകർ ഈ ആഴ്ച വിപണിയെ സമീപിക്കുന്നത്. അതിന് ഈ ആശങ്കയ്ക്കും ഭീതിക്കും മറ്റൊരു കാരണം കൂടിയുണ്ട്. വ്യാപാര ദിനങ്ങളുടെ എണ്ണം ഈ ആഴ്ച കുറവായിരിക്കും. 4 ദിവസം മാത്രമേ വ്യാപാരമുള്ളൂ. ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തിയും അതുപോലെ ദസറയും പ്രമാണിച്ച് വിപണിക്ക് അവധിയാണ്. ബാക്കിയുള്ള 4 ദിവസങ്ങളിലേക്ക് വ്യാപാരം ഒതുങ്ങുന്നതിനാൽ വ്യാപാരത്തിൻ്റെ തോതിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ വരും ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാനിടയുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനം H-1B വിസ ഫീസ് വർധന തന്നെയാണ്. അതിൻ്റെ ആഘാതം വലിയ തോതിൽ അനുഭവപ്പെട്ട് കഴിഞ്ഞു.
അതിനാൽ ഇനിയുള്ള ആഘാതം എന്ന് പറയുന്നത് അത്ര വലിയ തോതിൽ ആയിരിക്കില്ലെന്നും ഹ്രസ്വകാലത്തേക്ക് മാത്രമായിരിക്കും ആഘാതമെന്നുമാണ് പല ഏജൻസികളും പറയുന്നത്. നോമൂറ, അതുപോലെ ബാങ്ക് ഓഫ് അമേരിക്ക തുടങ്ങിയ ഏജൻസികളുടെ അഭിപ്രായം ഇതാണ്. ഇത് മാത്രമല്ല, ഈ സ്ഥാപനങ്ങളൊക്കെ അവരുടെ ക്ലയൻസിനോട് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് നൽകിയിരിക്കുന്ന ഉപദേശം എന്ന് പറയുന്നത്, ഫാർമ മേഖലയിലെ ലാർജ് ക്യാപ് ഓഹരികൾ വിലക്കുറവിൻ്റെ ഈ സന്ദർഭത്തിൽ വാങ്ങുന്നത് നന്നായിരിക്കുമെന്നുമാണ്. അതുപോലെ പല ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഫാർമ മേഖലയിലെ മിഡ് ക്യാപ് ഓഹരികൾ വാങ്ങുന്നത് ഈ അവസരത്തിൽ നന്നായിരിക്കുമെന്ന് ക്ലയൻസിന് ഉപദേശിക്കുന്നുണ്ട്. ഒരു ചെറിയ ആശ്വാസത്തിന് വകയുള്ളത് US ചേംബർ ഓഫ് കോമേഴ്സ്, അതായത് അമേരിക്കൻ ഭരണകൂടത്തിന് മേൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ലോബിയാണ് അമേരിക്കൻ ചേംബർ ഓഫ് കോമേഴ്സ് എന്ന് പറയുന്നത്. അതായത് അമേരിക്കയിലെ വ്യവസായ വാണിജ്യ സംഘടനയാണത്. അത് ട്രംപിൻ്റെ ഈ H-1B വിസ വർധനയ്ക്കെതിരെ കോടതിയെ സമീപിക്കാനുള്ള തിരക്കിട്ട ആലോചനയിലാണ്. ചേംബർ ഓഫ് കോമേഴ്സ് ആമസോൺ, മൈക്രോസോഫ്റ്റ്, മെറ്റ തുടങ്ങിയ കമ്പനികളുമായിട്ടൊക്കെ ഇതിനെപ്പറ്റി ആലോചന നടത്തി വരുന്നു. ഈ കമ്പനികളൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ H-1B വിസക്കാരെ എംപ്ലോയ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ പിന്തുണയുടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കേസ് അവർ ചേംബർ ഓഫ് കൊമേഴ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതായത് സിലിക്കോൺ വാലിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ മുതൽ അമേരിക്കയിലെ ചെറിയ ടൗണുകളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ വരെ ആയിരക്കണക്കിന് ആളുകളാണ് H-1B വിസ നേടി അമേരിക്കയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേറെ പേരെ ബാധിക്കുന്ന ഒന്നായതിനാൽ ഈ ഫീസ് വർധന അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിച്ചേക്കുമോ എന്നാണ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഭയം. അതുകൊണ്ടാണ് അവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. 2020 നോൺ ഇമിഗ്രൻ്റ് വിസ സംബന്ധിച്ച് ഇതുപോലൊരു നടപടി ട്രംപ് സ്വീകരിച്ചപ്പോൾ അന്ന് ഫെഡറൽ കോർട്ടിൽ പോകുകയും ആ കേസിൽ ചേംബർ ഓഫ് കൊമേഴ്സ് ജയിക്കുകയും ഉണ്ടായ ചരിത്രമുണ്ട്. അതുകൊണ്ട് ഒരു ആശ്വാസത്തിന് നേരിയ വക കാണുന്നുണ്ട്. താരിഫ് സംബന്ധിച്ച പ്രതീക്ഷയാണ് വിപണിയെ സ്വാധീനിക്കാവുന്ന മറ്റൊരു ഘടകം. 5 വട്ടം ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു. 6ാമത്തെ വട്ടം ചർച്ചയുടെ തീയതി തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പോലും വളരെ വൈകാതെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു വ്യാപാര കരാർ സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് ശക്തമായിട്ടുള്ളത്. പക്ഷേ ഇതിനൊരു തടസ്സം എന്ന് പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ സംബന്ധിച്ചാണ്. ഈ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടി US നിന്ന് തന്നെ കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങാമെന്ന് ഇന്ത്യ സമ്മതം അറിയിച്ചു കഴിഞ്ഞു. ഇത് അമേരിക്കയെ സന്തോഷിപ്പിക്കുമല്ലോ. ഇതിനു പുറമെ ഇറാനിൽ നിന്നും അതുപോലെ വെനസ്വേലയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യതകളും ഇന്ത്യ ഗവൺമെൻറ് ആലോചിച്ച് വരുന്നുണ്ട്. ഇറാനിൽ നിന്ന് 2019 വരെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നു. വെനസ്വേലയിൽ നിന്ന് ഈ വർഷം ആദ്യം വരെയും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ ഉപരോധത്തെ മാനിച്ചുകൊണ്ട് ഇത് രണ്ടും ഇന്ത്യ നിർത്തിവച്ചിരിക്കുകയാണ്. ഇത് പുനരാരംഭിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് വിപണിയിൽ ഉള്ളത്. വിപണിയെ സ്വാധീനിക്കാനിടയുള്ള മറ്റൊരു കാര്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പലിശ നിരക്ക് സംബന്ധിച്ച തീരുമാനമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി, ആ കമ്മിറ്റിയാണ് പലിശ നിരക്ക് നിർണ്ണയിക്കുന്നത്. ആ കമ്മിറ്റിയുടെ ഒരു യോഗം സെപ്റ്റംബർ 29 ആരംഭിക്കുകയാണ്. സെപ്റ്റംബർ 29 മുതൽ 3 ദിവസത്തേക്കാണ് യോഗം. ആ യോഗത്തിൻ്റെ തീരുമാനം ഒക്ടോബർ 1 അറിയാം. 0.25% എങ്കിലും പലിശ നിരക്കിൽ കുറവ് വരുത്താൻ ഉള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർച്ച് വിഭാഗം നടത്തിയ ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത്. ഈ അഭിപ്രായത്തോട് അല്ലെങ്കിൽ 0.25% പലിശയിൽ ഇളവ് വരുത്താനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ഏജൻസികളുമുണ്ട്. ബാർക്ലൈസ്, അതുപോലെ സിറ്റി ബാങ്ക്, നോമൂറ, മോർഗൻ സ്റ്റാൻലി തുടങ്ങിയ ഏജൻസികൾ 0.25% ഇളവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം റിസർവ് ബാങ്ക് ഈ യോഗത്തിൽ ഒരു ഇളവും പ്രഖ്യാപിക്കാൻ സാധ്യതയില്ലെന്നും സ്റ്റാറ്റസ് കോ നിലനിർത്താനായിരിക്കും, അതായത് നിലവിലെ നിരക്കുകൾ തന്നെ നിലനിർത്താനായിരിക്കും സാധ്യതയെന്നുമാണ് സ്റ്റാൻഡ് ചാർട്ടേഡ്, ഗോൾഡ്മാൻ സാക്സ്, യെസ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ വിലയിരുത്തൽ. ഫെബ്രുവരിക്ക് ശേഷം ഏതാണ്ട് 1% പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് കുറവ് വരുത്തി കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ ചേർന്ന യോഗം സ്റ്റാറ്റസ് കോ നിലനിർത്താനാണ് തീരുമാനിച്ചിരുന്നത്. വിപണിയെ സ്വാധീനിക്കാനിടയുള്ള മറ്റൊന്ന് വിദേശ ധനസ്ഥാപനങ്ങളുടെ, അത്
വിദേശ നിക്ഷേപകരുടെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഓഹരി വിൽപ്പനയാണ്. അവർ സെപ്റ്റംബറിൽ തന്നെ ഏതാണ്ട് 13,450 കോടി രൂപയുടെ ഓഹരികൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിറ്റുമാറിക്കഴിഞ്ഞു. ഇത് വലിയ ഭീമമായൊരു തുകയാണ്. 2025, അതായത് ഈ വർഷത്തെ മൊത്തം കണക്കെടുത്താൽ 1,44,085 കോടി രൂപയുടെ ഓഹരികളാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിറ്റുമാറിയത്. ഇത്ര വലിയ തോതിലുള്ള ഓഹരി വിൽപ്പനയുടെ ഫലമായിട്ട് ഡോളർ വിദേശത്തേക്ക് പോയതുകൊണ്ട് രൂപയ്ക്ക് വലിയ വിലയിടിവാണ് നേരിട്ടത്. ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയുടെ നിലവാരം റെക്കോർഡ് താഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നതാണ് കഴിഞ്ഞ ആഴ്ച കണ്ടത്. അതായത് 88 രൂപ 71 പൈസ. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം ഉണ്ടായ നഷ്ടം, രൂപയുടെ വിലയിലുണ്ടായ നഷ്ടം 1% ഈ സാഹചര്യത്തിൽ ആശ്വാസകരം എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരേ ഒരു സംഗതി GST സംബന്ധിച്ച വലിയ ഇളവാണ്. കാർ ഷോറൂമുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മാളുകളിലൊക്കെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിനൊക്കെ പുറമെ ദീപാവലി ആഘോഷം വളരെ അടുത്തെത്തുകയാണ്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും വിപണി ചില പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നുണ്ട്. അവ ഫലിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. നിഫ്റ്റിയുടെ അവസാന നിലവാരം 24,654.70 പോയിൻ്റാണ്. നിഫ്റ്റി ബാങ്കിൽ 2% നഷ്ടമുണ്ടായപ്പോൾ നിഫ്റ്റിയിലുണ്ടായ നഷ്ടം 2.5% ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിഫ്റ്റിയുടെ നിലവാരം 25,000 പോയിൻറ്റിന് താഴേക്ക് പോന്നിരിക്കുന്നു എന്നതാണ്. മനഃശാസ്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു നിലവാരമാണ് 25,000 പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം അതിന് താഴേക്ക് പോകുന്നതാണ് നിക്ഷേപകരെ നിരാശയിലാക്കുന്ന ഏറ്റവും വലിയ ഘടകം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രവണത, കൃത്യമായ പ്രവണത അല്ലെങ്കിൽ വ്യക്തമായ ഒരു പ്രവണത വിപണിയിലുണ്ടെന്ന് പറയാൻ പ്രയാസമാണ്. അതിന് വരും ദിവസങ്ങളിൽ മാറ്റം ഉണ്ടായേക്കാമെന്ന് മാത്രം. നിലവിലെ സാഹചര്യത്തിൽ നിഫ്റ്റിയുടെ പിന്തുണ എന്ന് പറയുന്നത് 24,100-നും 24,150 പോയിൻറ്റിനും ഇടയ്ക്കാണ് നിഫ്റ്റിക്ക് പിന്തുണ ലഭിക്കാവുന്നത് എന്ന് ചാർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇനി ഉയർച്ചയാണ് ഉണ്ടാകുന്നതെങ്കിൽ റെസിസ്റ്റൻസ് നേരിടാവുന്ന നിലവാരം എന്ന് പറയുന്നത് 25,100-നും 25,150 പോയിൻറ്റിനും ഇടയിലാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം അനുഭവപ്പെടാൻ സാധ്യതയുള്ളത്.